അൻവർ എം.എൽ.എ ജയിലിൽ നിലമ്പൂർ നോർത്ത് DFO ഓഫീസ് അടിച്ചു തകർത്തതിനും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് PV അൻവർ ഉൾപ്പെടെ 11 DMK പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. മുഖ്യമന്ത്രിയുടെയും P. ശശിയുടെയും ആവശ്യപ്രകാരമാണ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതെന്ന് PV അൻവർ പറഞ്ഞു. ജാമ്യാപേക്ഷ ഇന്ന് നിലമ്പൂർ കോടതിയിൽ സമർപ്പിക്കുമെന്നും അൻവർ പറഞ്ഞു. അതേസമയം പൊതുമുതൽ നശിപ്പിച്ച കേസിൽ അറസ്റ്റിലായ PV അൻവർ എം.എൽ.എ റിമാൻഡിലാകുമ്പോൾ ചർച്ചയാകുന്നത് അൻവറും CPIM-ഉം തമ്മിലുള്ള പോരു കൂടിയാണ്. മുഖ്യമന്ത്രിയെയും P. ശശിയെയും അതിരൂക്ഷമായാണ് അൻവർ ഇന്നലെയും വിമർശിച്ചത്. അൻവറിന്റെ അറസ്റ്റിനെ ഭരണകൂട ഭീകരത എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്തും തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജുമുണ്ട്. ശാന്തകുമാർ വെള്ളാലത്തിലേക്കാണ് ആദ്യം. ശാന്തകുമാർ, ഇന്നലെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ അടുത്ത കാലത്തൊന്നും നടക്കാത്തത്ര അതിവേഗത്തിലുള്ള പോലീസ് നടപടികളാണ്. എല്ലാ നടപടികളും വളരെ വേഗത്തിൽ നടക്കുന്നു. അറസ്റ്റിലാകുന്നു, റിമാൻഡിലാകുന്നു, ജയിലിലടയ്ക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നു. ഇന്നലെ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ വലിയൊരു പ്രതിഷേധവുമായൊന്നും ഈ DMK പ്രവർത്തകർ മുന്നോട്ട് വന്നുമില്ല. ഈ പറയുന്നത് പോലെ അൻവർ തന്നെ പറയുകയും ചെയ്തു ഇന്നിപ്പോൾ ജാമ്യത്തിന് ശ്രമിക്കുന്നില്ല, ആ നടപടികളൊക്കെ നാളെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇന്നലെ തന്നെ അൻവർ വ്യക്തമാക്കുകയും ചെയ്തു. തുടർ നടപടികൾ എന്തായിരിക്കും ശാന്തകുമാർ? തീർച്ചയായും അൻവർ ഇന്ന് കോടതിയെ സമീപിക്കും. അതുമായി ജാമ്യവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതിനാവശ്യമായ നീക്കങ്ങൾ ഇന്ന് നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ തവനൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നത്. ആ ജയിലിലേക്ക് പോകുമ്പോഴും നമ്മൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ഇത് മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ P. ശശിയുടെയും ആവശ്യപ്രകാരം നടന്നിട്ടുള്ള ഒരു അറസ്റ്റാണ്. ഏറെ കാലമായി താൻ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ നിരവധിയുണ്ട്. അവയെല്ലാം അതേപോലെ നിലനിൽക്കുന്നു. ഇപ്പോൾ ഒരു ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ജനകീയമായ ഒരു വിഷയത്തിൽ ഇടപെടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വന നിയമ ഭേദഗതി ബില്ലാണ്. ആ വന നിയമ ഭേദഗതി ബില്ല് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിരവധി പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ അവസാനം ഒരു ആദിവാസി കൊല്ലപ്പെട്ടത്. ആ ആദിവാസി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ ആദിവാസിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളും വൈകുന്നത് ചോദ്യം ചെയ്തുകൊണ്ടാണ് DMK പ്രവർത്തകർ ഇന്നലെ നിലമ്പൂർ DF ഓഫീസിലും ഒപ്പം തന്നെ താലൂക്ക് ഓഫീസിലും എത്തുന്നത്. ജനകീയ യാത്ര നടക്കുന്നു DMKയുടെ വയനാട് അസംബ്ലി മണ്ഡലത്തിൽ, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരമൊരു യുവാവിൻ്റെ മരണം സംഭവിക്കുന്നു. അതിൽ യുവാവിനെ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ അത് ചോദ്യം ചെയ്തതാണ് തങ്ങൾക്കെതിരെ ഇപ്പോഴുള്ള നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതൊരു സ്വാഭാവിക പ്രതിഷേധ സമരം മാത്രമാണ് എന്നുള്ളതാണ് അൻവറിൻ്റെയും DMKയുടെയും നിലപാട്. അത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ, ഒരു പ്രതിഷേധ സമരത്തിൽ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളെ ചൊല്ലിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ഒപ്പം തന്നെ ജയിലിലടയ്ക്കുകയും എന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിയിലേക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് പോകുന്ന ഒരു ഇടം കൂടിയായി മാറിയിട്ടുണ്ട് താവനൂർ സെൻട്രൽ ജയിലിൽ അടച്ച ഇന്നലത്തെ ഈ സംഭവം. അത് വരും ദിവസങ്ങളിൽ അൻവറിൻ്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ അൻവറിനെ കൂടുതൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റുന്നതിനും ഇടയാക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് അൻവർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർന്നുകൊണ്ടിരുന്നത്. അത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും എല്ലാം രൂക്ഷമായി വിമർശിക്കുകയും പോലീസിൻ്റെ അഴിമതിയെക്കുറിച്ച് തുറന്ന് പറയുകയും എല്ലാം ചെയ്തതാണ്. ഭരണപക്ഷത്തുള്ള ഒരു MLA ആയിരുന്നു PV അൻവർ. അദ്ദേഹം ഇടത് സ്വതന്ത്രനായാണ് നിലമ്പൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത്. അങ്ങനെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച PV അൻവർ പിന്നെ ഇടത് സർക്കാരിൻ്റെ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു. ആ ഇടത് ബന്ധം ഇടത് പാർട്ടികൾ ഉപേക്ഷിക്കുന്നു. തുടർന്നാണ് പരസ്യമായ പോരിന് PV അൻവർ രംഗത്തിറങ്ങുന്നത്. ആ പരസ്യമായ പോരാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഒരു ജനകീയ വിഷയത്തിൻ്റെ പ്രശ്നത്തിൽ, അത് DF ഓഫീസിലെ സമരം, ആ DF ഓഫീസിൽ സമരത്തിലുണ്ടായ അതിക്രമങ്ങൾ, അതേ ചൊല്ലിയുള്ള ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, ജയിലിലായിരിക്കുന്നത്. ഇത് PV അൻവറിനെ മാത്രമല്ല, PV അൻവറിൻ്റെ കൂടെ 4 പേർ കൂടി ഇന്നലെ സെൻട്രൽ ജയിലിലുണ്ട്. ഇനിയും 7 പേരെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം 11 പേരെയാണ് കണ്ടാലറിയാവുന്ന പ്രതികൾ എന്ന രീതിയിൽ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 11 പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ തന്നെയാണ് പോലീസിൻ്റെ ഈ നീക്കം. ഇത് വരും ദിവസങ്ങളിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ അൻവറിൻ്റെ DMK സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചയാവാനും മറ്റ് രാഷ്ട്രീയ
പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഏറെ അടുപ്പം കിട്ടാനും എല്ലാം കാരണമാകുന്നുണ്ട്. ഇത് പി വി അൻവറിന് വലിയ നേട്ടമുണ്ടാകാൻ പോകുന്ന ഒരു ജയിൽവാസം കൂടിയായിരിക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ. ആതിര, അർജുൻ കൂടി ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ ഈ ശാന്തകുമാർ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ട് അത്തരത്തിലുള്ളൊരു മുഖം കൂടി ഈ വിഷയത്തിന് ഉണ്ടാകും എന്നുള്ളതല്ലേ? കാരണം എനിക്ക് തോന്നുന്നു ഈ മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഒക്കെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് പുറത്തു വന്ന സാഹചര്യത്തിൽ പല ഘട്ടങ്ങളിലും പി വി അൻവർ ഇത്തരത്തിൽ എന്നെ ഇവർ അറസ്റ്റ് ചെയ്യും, കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ ഇവർ ജയിലിൽ അടയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും സർക്കാർ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയില്ല. ഇപ്പോൾ കൃത്യമായി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു, അതൊരു ജനകീയ വിഷയമായി എന്നുള്ളത് പി വി അൻവറിന് രാഷ്ട്രീയമായി വലിയ ഗുണമാകില്ലേ? കാരണം പ്രതിപക്ഷമടക്കം വലിയ വിമർശനവുമായി പി വി അൻവറിന്റെ അറസ്റ്റിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട്. അൻവറിന് ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ നടപടി രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടുകൂടി, ആ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തോടുകൂടി ഒരു രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഏറെക്കുറെ അൻവർ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യമൊന്ന് കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കുറേ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുന്നിൽ അൻവർ വലിയ ഒരു മുന്നേറ്റവും അല്ലെങ്കിൽ ഒരു നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പൊതുധാരയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത്. പക്ഷേ അതിനുശേഷം അത്തരത്തിലുള്ളൊരു പ്രാധാന്യം കുറയുകയും പിന്നീട് ഒരു സജീവമായ ഒരു രാഷ്ട്രീയ തലത്തിലില്ലാത്ത സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞ ഘട്ടത്തിലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായും അൻവറിൻ്റെ പ്രാധാന്യം, രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ജയിലിലിറങ്ങുന്നത് തൊട്ട് അൻവറിൻ്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അൻവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ടാവും. അത് കേൾക്കാനും ആളുകൾ ഉണ്ടാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് അതിന് പറഞ്ഞതുപോലെ തന്നെ ജനകീയമായിട്ടൊരു വിഷയത്തിലാണ് അൻവർ ഇടപെട്ടുള്ളത്. അത് ജനരോക്ഷം എങ്ങനെയാണോ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അൻവർ ആ വിഷയത്തിൽ ഇടപെട്ടതെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി അൻവറിന് ഇനിയും ഭാവിയുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് വേണം പറയാൻ. എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടികളാണ് പോലീസ് എടുത്തതെന്ന് സർക്കാരും പാർട്ടിയും CPM ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വൈരാഗ്യത്തിൻ്റെ രീതിയല്ല, അത് നിയമപരമായി എന്താണോ സ്വീകരിക്കേണ്ടത് ആ നടപടിയാണ് പോലീസ് എടുത്തതെന്ന് വിശദീകരിക്കുകയാണ് CPM ചെയ്യുന്നത്. ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റുണ്ട്. സ്വാഭാവികമായും ഒരു MLA ഇടതുമുന്നണിയുടെ മുൻ അംഗമായിരുന്ന, ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന ഒരു MLA അറസ്റ്റ് ചെയ്ത കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ധൃതി പിടിച്ച് ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും നമുക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൻവറിന് അത്ര വലിയ പ്രാധാന്യമില്ലാത്തൊരു സമയത്ത് വെറുതെ അദ്ദേഹത്തെ ആളാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടിയായി ഈ പോലീസിന്റെ അറസ്റ്റിനെ കാണുന്ന ആളുകളുണ്ട്. അർജുൻ, അതായത് വെറുതെ ഒരു കാര്യത്തിലുമല്ലല്ലോ. കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇടക്കാലത്ത് പി വി അൻവർ വാർത്തകളിലും അല്ലാതെയും നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന, വളരെ പ്രാധാന്യം പി വി അൻവറിന് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയം അങ്ങ് കഴിഞ്ഞ് പി വി അൻവർ അപ്രസക്തനായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്രയും വലിയൊരു വിഷയത്തിൽ അതായത് ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധം ജനകീയമായി നിൽക്കുന്ന, ജനങ്ങൾ ഇതിൽ വളരെ സജീവമായി ശ്രദ്ധ കൊടുക്കുന്ന ഒരു സമയത്ത് അതേ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന് ഒരു രക്തസാക്ഷിത്വം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതുതന്നെയാണ് ഈ ഇത്തരത്തിലൊരു പ്രാധാന്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അൻവറിൻ്റെ കൂടി ആവശ്യമായിരുന്നു. അൻവറിന് കൃത്യമായി ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന ധാരണയുണ്ടെന്നുള്ളത് കൂടിയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്ര വലിയ ഒരു പ്രാധാന്യമില്ലാത്ത, അപ്രസക്തനായി പോകുമെന്ന് തോന്നുന്ന തരത്തിൽ ഉള്ള ഒരു സമയത്താണ് അൻവറിൻ്റെ ഈ രീതിയിലുള്ള ഒരു ജനകീയമായ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള നടപടി. സ്വാഭാവികമായും അതിൽ അൻവർ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു ഇതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അക്രമം പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ള കാര്യമൊക്കെ അൻവർ പ്രതീക്ഷിക്കുന്നതാണ്. അത് അൻവർ എന്താണോ ഉദ്ദേശിച്ചത് അത് ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് പോകുന്നുവെന്ന് വേണം ഒരു തരത്തിൽ അനുമാനിക്കാനും കഴിയും. അങ്ങനെ അൻവറിനൊരു പ്രാധാന്യം ഉണ്ടാക്കിയെടുക്കുകയാണ് എന്തായാലും പോലീസിൻ്റെ ഈ അറസ്റ്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും സജീവമായി നിലനിർത്താനുള്ള സാഹചര്യം ഉണ്ട്. അൻവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന
എന്തായാലും ഈ അതിന് വിഷയം ലഭിക്കുന്ന വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു തർക്കവുമില്ല. പി വി അൻവർ എന്തായാലും ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനാണ് പി വി അൻവറിന്റെ നീക്കം. DMK-യുടെ തുടർ നീക്കങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്. തിരുവനന്തപുരത്തു നിന്നും അർജുൻ രാജൻ.